ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമ്മൾ അറിയുന്ന ഒരു യുദ്ധമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഗിലായിരിക്കും. അപ്പോൾ ആ കാർഗിൽ യുദ്ധത്തിൻ്റെ മുമ്പ്, അതായത് 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. അപ്പം ലോങ്കിവാല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഏകദേശം ഈ സ്ഥലത്ത് തന്നെ ആയിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ബോർഡറൊക്കെ കണ്ടല്ലോ, ആ ബോർഡർ, പിന്നെ അവിടെയുള്ള ആ ഒരു ക്ഷേത്രം, ആ ഏരിയയിലായിരുന്നു മെയിനായിട്ട് നാശനഷ്ടങ്ങളും മീൻസ് പാകിസ്ഥാൻ ബോംബ് വർഷിച്ചിരുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾക്കായിട്ട്, അല്ലെങ്കിൽ സ്മരണക്കായിട്ട് നിർമ്മിച്ച ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെയാണിത്. അതിൻ്റെ പേരാണ് ലോങ്കിവാല യുദ്ധ സ്റ്റാൾ എന്ന് പറയും. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് യൂസ് ചെയ്തിരുന്ന കുറേ വെപ്പൺസും കാര്യങ്ങളും, അതുപോലെ തന്നെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഓക്കെ, ഒരു മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ അത് ഫോം ചെയ്തിട്ടുള്ളത്. ഹലോ, ഐ ആം അറ്റ് ലോങ്കിവാല ഇന്ത്യ പാക് വാർ. ഇങ്ങനൊരു കമാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ കുറേ ടാങ്കർ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 1971 ഡിസംബർ 5 ഇന്ത്യയുടെ ഫൈറ്റർ വിമാനങ്ങൾ ഫൈറ്റ് ചെയ്ത് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി പിടിച്ചെടുത്ത അല്ലെങ്കിൽ നശിപ്പിച്ച ഒരു ടാങ്കാണ് നമ്മൾ ഈ കാണുന്നത്. അതിപ്പോൾ സ്മാരകമായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതും അന്നത്തെ യുദ്ധത്തിൽ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത വേറൊരു ടാങ്കാണ്. ആ ടാങ്കും ഈ ടാങ്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പേര് M4 ഷെർമൻ ടാങ്ക് എന്നാണ്. അതിനെ കുറച്ച് പ്രത്യേക കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതും അന്നത്തെ യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുത്ത ടാങ്കാണത്. അന്ന് പിടിച്ചെടുത്ത വേറൊരു ടാങ്ക് കൂടിയാണിത് പാകിസ്ഥാൻ്റെ. അങ്ങനെ മൊത്തം ഇവിടെ നമുക്കൊരു 3 ടാങ്ക് കാണാൻ പറ്റും പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തത്. ലോങ്കിവാല മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു പാർക്കാണിത്. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും അതിവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ പാർക്കുണ്ട് ഇവിടെ. ഈ ലോങ്കിവാലയിലെ യുദ്ധത്തിൻ്റെ ഒരു സംഭവം ആവിഷ്കരിച്ചിട്ട് ഒരു ഹിന്ദി സിനിമ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ബോർഡർ എന്ന് പറഞ്ഞ പടം നമ്മളെല്ലാവരും കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ബോർഡർ, അതായത് സന്ദേശേ ആത്തേ ഹേ എന്ന് പറഞ്ഞൊരു പാട്ട് തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ ഒരു പാട്ടിലൊരു സിനിമ ഉണ്ടല്ലോ, അത് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു യുദ്ധത്തെ ആസ്പദമാക്കി നിർമ്മിച്ചൊരു സിനിമയാണത്. അടിപൊളി. ലോങ്കിവാലയിൽ നിന്ന് നമ്മൾ എന്തായാലും തിരക്കിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ആ ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ, അതിനെപ്പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യുദ്ധത്തെ പറ്റി എല്ലാം കേൾക്കുന്നത്. ഞാൻ കാർഗിൽ യുദ്ധം അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു, പക്ഷേ ഇതിങ്ങനെ സംഭവം ഉണ്ടായിരുന്നുള്ളത് ഇപ്പം മനസ്സിലായി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് സാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ മെയിനായിട്ടുള്ളത് ഡെസേർട്ട് സഫാരി, അതായത് നമ്മുടെ മണൽപ്പരപ്പിലൂടെ ഒട്ടകത്തിൻ്റെ മേലെ ഒരു രാത്രി മുഴുവൻ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളത് നിൽക്കുന്നില്ല. ഓക്കെ, അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വന്ന സ്ഥലത്തേക്ക് ജയ്സൽമേറിലേക്ക് തിരിച്ചു പോകും. നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായി. നമ്മളിപ്പോൾ മരുഭൂമിയുടെ നടുവിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഏകദേശം ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടി ഒരു 750 രൂപയുടെ പെട്രോൾ കൊണ്ട് അടിച്ചിട്ടുണ്ട്. നമ്മളെ രാജാവ് ഒന്ന് നടക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി വൈബുള്ള സ്ഥലമാണ്. നമുക്ക് ഇരിക്കാം, കിടക്കാം. ഇനിയിപ്പോൾ രാത്രി നമ്മൾ ഇവിടെ എത്തിയാൽ പോലും നമുക്കിതാ ഈ കട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. കണ്ടോ, 4 ഭാഗം മരുഭൂമിയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 111 കിലോമീറ്ററാണ്. നമ്മൾ ലാസ്റ്റ് ആ യുദ്ധത്തിൻ്റെ സ്മാരകമൊക്കെ കണ്ടില്ലേ, അവിടെ 111 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് എടുത്തുള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട്
111 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളിപ്പോൾ സാം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഡെസേർട്ട് സഫാരി. നമ്മുടെ ഒട്ടകത്തിൻ്റെ മേലെ ഇരുത്തിയിട്ട് രാത്രി മറ്റേ ഇവിടെ മരുഭൂമിയിൽ കിടക്കാൻ കൊണ്ടുപോകണ ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയണം. ഓക്കെ ആവുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ പോകും. അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയൊരു സാം എന്ന് പറഞ്ഞാൽ കണ്ടോ, ചെറിയൊരു ഗ്രാമമാണ്. 4 ഭാഗവും നമ്മുടെ മരുഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ഗൈഡിനെ കണ്ടുമുട്ടി. ഇവിടുത്തെ തന്നെ നാട്ടുകാരനാണ്. ആ വെള്ളമായിട്ട് മുന്നിൽ പോകുന്ന മനുഷ്യല്ലേ, നമ്മുടെ ബാക്കിലതാണ് നമ്മുടെ രാജാവ് നടന്നു പോകണം. അപ്പം ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, അതേപോലെ ഒട്ടക സഫാരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊടുത്താണ്. അപ്പോൾ അതിൽ തന്നെ ഇതാണ് റിസോർട്ട്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് സ്റ്റേ എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പം കണ്ടോ, ഇങ്ങനെ ഓരോ റൂമുണ്ട്, അതേപോലെ ടെൻറ്റ് പോലത്തെ സംഭവങ്ങളുണ്ട്. जबरदस्ती आपको 10 साल वाला चाहिए? आप तो बोल रहे 600 रुपये कुछ बोल रहे हैं। 600 रुपये वाला नॉर्मल है उसका, चलिए आपको सीधी बता उसमें नॉर्मल खाना रहेगा, नॉर्मल पीछे इसका पीछे. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കണേ. അപ്പോൾ ഇന്നിപ്പം സഫാരി കാര്യങ്ങളുണ്ടാവില്ല, നാളെ രാവിലെ ആയിരിക്കും മിക്കവാറും. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതാ, നമ്മളകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് അല്ല, വെൽക്കമിങ്. അപ്പോൾ നമ്മളെ സ്വീകരിച്ച് ആനയിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് റിസോർട്ട്. സൺസെറ്റ് അടിപൊളി. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാവും. പിന്നെ നാളെ രാവിലെ ജീപ്പ് സഫാരി, ക്യാമൽ സഫാരി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് റൂമിൽ കയറി. റൂം ഏകദേശം ഉദ്ഘാടനം ചെയ്യണം. ഒരു സർക്കസ് കൂടാരത്തിൻ്റെ ലെവൽ റൂമാണ്. ഏകദേശം ഒരു 3 ആൾക്ക് എന്തായാലും കിടക്കാൻ പറ്റിയ അടിപൊളി ബെഡാണ്, ക്യൂൺ സൈസാണ് ഇത്. പക്ഷേ ടെൻ്റാണ്, മനസ്സിലായോ? ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ പരിപാടികൾ. ഇത് മരുഭൂമിയുടെ നടുവിലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതാ വേറെ സാധനം കാണിച്ചുതരാം. കണ്ടോ, ഈ സാധനം തന്നെ ഫ്രിഡ്ജല്ല, പിന്നെ അതുപോലെ കുടിക്കണ വെള്ളമല്ല, വെള്ളത്തിൻ്റെ ഇതല്ല, ഇത് കൂളറാണ്, AC പകരമുള്ള സംഭവം. അങ്ങനെ ഓരോരോ പരിപാടികളാണ്. കറണ്ട് ലൈറ്റ് പോയല്ലോ. അപ്പം ഇനി നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, അത് കാണണം. അപ്പോൾ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. बड़ी सॉलिड मस्ती छाई हेलो मैं जाता मैं
രാജാവ് 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 മേലെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇത് നല്ല 4x4 ഡ്രൈവാണ്. ഉള്ളിലേക്ക് വേണം പോകേണ്ടത്. അപ്നെ സാത്ത് അപ്ക സാത്ത് മേരെ ഹോ ഹൈ. ഡെസേർട്ടിൽ നല്ലോണം നോക്കിയിരുന്നോ അല്ലെങ്കിൽ പണി കിട്ടുന്നു. ഓക്കെ, നല്ല കുലുക്കുമായിരിക്കും വിചാരിച്ചോളത്തില്ല. അത്രേ ഉള്ളൂ. കുലിക്കും നമ്മൾ പോകും. ഡെസേർട്ട് സഫാരി. അവൻ ഡ്രൈവർ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. बढ़िया बढ़िया, बहुत बढ़िया, मस्त है। बढ़िया बढ़िया, मस्त है, मस्त है। ये फर्स्ट सेकंड था। अच्छा, हाँ हाँ, जेठालाल ने झोपड़ा बनाया था ना। जी जी। ये तो फर्स्ट सेकंड है, फर्स्ट सेकंड है। वाला वाला ഇത് തുടങ്ങിയോടുന്ന പറഞ്ഞത്. ഇനിയും വേറെ പറഞ്ഞത്. अच्छा जाओ वाला। നീ നിൽക്കാൻ പറ്റുന്നില്ല. अच्छा എനിക്ക് മഴ അറിയില്ല എന്ന് പറഞ്ഞ മതി. मुझसे नाराज है तो मुझे माफ़ करना, मुझसे कोई खताएं मुझसे कोई गलतियाँ हुई तो मुझे माफ़ करना, मुझे बख्शना, मैं हर भाई को बख्शता हूँ। दिल की अता गहराइयों से अगर हमसे कोई गलती कोताही हुई तो हमें माफ़ करना। साल का आखिरी महीना है, कोई पता नहीं कल
കല്ലും പോലും കറക്റ്റായിട്ട് തേക്കാതെ നമ്മൾ കണ്ടല്ല ഈ വണ്ടിയിൽ നമ്മുടെ ഇത് ഏത് വണ്ടിയാണ് നോക്കട്ടെ. താറെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ, പൊന്നാരെണ്ണോ ഒരു രക്ഷയില്ല. അടിപൊളി സാധനം കേട്ടോ. ഓക്കെ, അപ്പൊ താറ് എന്ന് പറഞ്ഞാൽ വെറും പേരല്ല, ഒന്നൊന്നര വണ്ടിയാണ്. പൊളി സംഭവം കേട്ടോ, കാര്യമായിട്ട് പറയാണ്. അത് നമ്മുടെ നാട്ടിൽ ചുമ്മാ വെറുതെ നമ്മുടെ ഹമ്പ് കയറുന്ന സാധനമല്ല, താറ് അടിപൊളി സംഭവമാണ്, പൊളിയാണ്. അപ്പൊ നമ്മൾ അടുത്ത് പോണത് മറ്റേ ഈ സാധനത്തിനാ. ATV quad bikes है। ATV കോഡ് ബൈക്ക് ആണ് ഇതിന്റെ പേര്. അപ്പൊ നമ്മൾ ഇനിയിപ്പം അതാണ് നമ്മൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വണ്ടി ഇരിക്കുകയാണ്. ये एक्सीलेटर है, ये दिस वन एक्सीलेटर। हाँ, ये ब्रेक है और कुछ नहीं। हाँ, हेलो, ये टीवी है? हेलो, हाँ क्या रखे रजाक न अपना नूर है की मतलब कितनी बजे अनोर न छाती कितनी 12 बजे क्यों ना से कुनो क्या ना पार्किंग क्या अनोर चप रुक दो की तो के जी कब से रुमेगा अल्लाह अलिमिया का से सूर आए ने बच्चे यहाँ का ब्याह का सीखी रूम करा ये बच्चे रात से जी लूडो रूमदा बस होता हाँ ये भी नहीं. സംഗതി സെറ്റാണ്. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സെറ്റാണ് സംഭവം, അടിപൊളി സംഭവമാണ്. അപ്പൊ നമ്മൾ റിട്ടേൺ റൂമിലേക്ക് പോട്ടോ. അപ്പൊ ഈ സാധനത്തിന്റെ പേരെന്തോ മൗണ്ടൻ ബൈക്ക് എന്തോ ആണ്. 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 ലിറ്റർ മൈലേജ് കിട്ടും. അടിപൊളി, 2 കിലോമീറ്റർ മൈലേജ് കിട്ടും.